തരത്തിലുള്ള സേനാ വിഭാഗങ്ങളും അതുപോലെ തന്നെ സന്നദ്ധ പ്രവർത്തകരും സംയുക്തമായിട്ടാണ് ഇവിടെയുള്ള രക്ഷാദൌത്യത്തിന് ചുക്കാൻ പിടിച്ചുകൊണ്ടിരിക്കുന്നത്. NDRF-ഉം SDRF-ഉം അടക്കമുള്ള സൈന്യത്തിന്റെ വിവിധ വിഭാഗങ്ങളടക്കമുള്ള ഫയർഫോഴ്സും പോലീസും അത്തരത്തിലുള്ള സമാന സ്വഭാവമുള്ള വിവിധ യൂണിഫോം കരുതാവുന്ന മുഴുവൻ ഇത്തരത്തിലുള്ള രക്ഷാദൌത്യത്തിന് ഉപയോഗിക്കാൻ കഴിയുന്ന ഉപകരണങ്ങളും ഒക്കെ ആയിട്ടാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. ആംബുലൻസുകളും മറ്റു വാഹനങ്ങളും ഒക്കെ തന്നെ ഇങ്ങോട്ടേക്ക് എത്തിച്ചിട്ടുണ്ട്. ICU സൗകര്യമുള്ള ആംബുലൻസുകൾ പോലും എത്തിച്ചിട്ടുണ്ട്. എന്നിരുന്നാലും ഇവിടെ നമ്മൾക്കറിയാം, ഇവിടെ ഇത്തരത്തിൽ അപകടം നടന്നിട്ടുള്ള ചൂരൽമലയിൽ നിന്നും ഏകദേശം 10-ലധികം കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ മാത്രമാണ് ഏറ്റവും അടുത്ത ആധുനിക സൗകര്യങ്ങളുള്ള ഒരു ആശുപത്രി ഉള്ളത്. മേപ്പാടി വൈകുന്നേരം വരെ മഴ നനഞ്ഞ് കുട്ടികളെ നോക്കിയിട്ട് അങ്ങനെയൊക്കെ. ഹലോ ഷഹീദ് കൂടി. അതുകൊണ്ട് തന്നെ അതിലൂടെയുള്ള ഒരു യാത്ര ഏറെ ദുഷ്കരമായിരുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു. ഇപ്പോൾ അതിനൊക്കെ ഒരു വ്യത്യാസം വന്നിരിക്കുകയാണ്. കാരണം ഇത്തരത്തിൽ സുളൂരിൽ നിന്നും വന്നിട്ടുള്ള ഹെലികോപ്റ്ററുകളിൽ നിന്ന് രോഗികളായിട്ടുള്ളവരെയും കുഞ്ഞുങ്ങളെയും ഒക്കെ തന്നെ റെസ്ക്യൂ ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു അവസ്ഥയുണ്ടായിട്ടുണ്ട്. നേരത്തെ ഉണ്ടായിരുന്ന പ്രതികൂലമായ കാലാവസ്ഥയൊക്കെ തന്നെ മാറ്റി നിർത്തിക്കൊണ്ട്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാലാവസ്ഥയെ തൃണവൽഗണിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഇത്തരത്തിൽ ഹെലികോപ്റ്റർ ഇവിടെ ലാൻഡ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ അട്ടമലയിലും അതുപോലെ തന്നെ മുണ്ടകയിലടക്കമുള്ള പ്രദേശങ്ങളിൽ ഒറ്റപ്പെട്ട് കിടക്കുന്ന കുടുംബങ്ങൾക്ക് അല്ലെങ്കിൽ ഒറ്റപ്പെട്ട് കിടക്കുന്ന ആളുകൾക്കൊക്കെ, ജനവിഭാഗങ്ങൾക്കൊക്കെ തന്നെ അത് വലിയൊരു പ്രതീക്ഷ നൽകുന്നുണ്ട്. ഇപ്പോഴും ഇത്തരത്തിൽ നമ്മൾക്ക് കാണാം, ഇപ്പോൾ ഇവിടെ ഇപ്പോഴും റോപ്പ് ഉപയോഗിച്ചുള്ള രക്ഷാപ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്, വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. അവിടെ നമുക്ക് നോക്കൂ, ആ ദൃശ്യങ്ങളിൽ കൈക്കുഞ്ഞുങ്ങളെയൊക്കെ തന്നെ നെഞ്ചോട് ചേർത്ത് ഉറ്റവർ കൊണ്ടുപോവുകയാണ്. രക്ഷാപ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ക്യാമ്പുകളിലേക്ക്, സുരക്ഷിത ഇടങ്ങളിലേക്ക് അവരെ മാറ്റുമ്പോൾ ഇന്നലെ വരെ അവർ വളരെ സുരക്ഷിതമായി നിന്ന അവരുടെയൊക്കെ തന്നെ ഇടം, ആ വീടുകൾ, അതൊന്നും ഇന്നില്ല. അതൊക്കെ മണ്ണോട് ചേർന്നിരിക്കുന്നു. ആ പ്രദേശം തന്നെ ആ തരിശു ഭൂമിയായി മാറുന്ന തരത്തിലേക്ക് പ്രകൃതിയുടെ രൂക്ഷമായ താണ്ഡവം നടന്നിരിക്കുന്നു. ആ യാഥാർത്ഥ്യം നെഞ്ചിലേറ്റിക്കൊണ്ട് നോക്കൂ, കൈക്കുഞ്ഞുങ്ങളുമായിട്ടാണ് എല്ലാവരും ക്യാമ്പുകളിലേക്ക് എത്തുന്നത്. അവരെയൊക്കെ സുരക്ഷിത കരങ്ങളിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞു എന്നത് വളരെ ആശ്വാസമാണ്. ഇന്നത്തെ ദിവസം അവരെ സംബന്ധിച്ചോളം, ഈ ജീവിതം തിരിച്ചു കിട്ടിയ ആളുകളെ സംബന്ധിച്ചോളം ഏറ്റവും വലിയ ദൗർഭാഗ്യത്തിൻ്റെ ഒരു ദിവസമായി മാറുന്നു. ഒരുപാട് പേര് ഇനിയും ആ മണ്ണിനടിയിൽ ഉണ്ട് എന്നതാണ് നമ്മളെ ഭയപ്പെടുത്തുന്നത്. പേടിപ്പിക്കുന്ന കണക്ക് 108 പേർ ഇന്ന് ഭൂമിയിലില്ല എന്ന് പറയുമ്പോൾ അത് പേടിപ്പിക്കുന്ന, നമ്മെ സംബന്ധിച്ചോളം അത് പേടിപ്പിക്കുന്ന കണക്കാണ് ഈ 108 എന്നുള്ളത്. അപ്പോൾ 108 പേരാണ് ഈ ദുരന്തത്തിൽ മരിച്ചിരിക്കുന്നത്. ഏറ്റവും ഒടുവിലത്തെ കണക്കാണിത്. ഇതിനപ്പുറത്തേക്ക് മനസ്സിലാക്കേണ്ടത് അതിൽ 46ഓളം പേരുടെ മൃതദേഹങ്ങൾ മാത്രമേ നമുക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടുള്ളൂ എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇനിയും 90-ലധികം ആളുകളെ കാണാനില്ല എന്ന റിപ്പോർട്ടുകൾ വരുന്നു. അവർക്ക് എന്ത് സംഭവിച്ചു എന്നത് വലിയ ഒരു ആശങ്കയാണ്. മണ്ണിനടിയിൽപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവർക്ക് അവരുടെ ജീവൻ തിരിച്ചു കിട്ടുന്ന ഒരു സാഹചര്യമുണ്ടോ? ഏറ്റിരിക്കുന്ന പരിക്കുകളുടെ ആഴം, ഏറ്റിരിക്കുന്ന ക്ഷതത്തിൻ്റെ ആഴം വളരെ വലുതാണ്. കാരണം ഈ കിലോമീറ്ററുകൾക്ക് ഇപ്പുറമുള്ള ചാലിയാർപ്പുഴയിൽ നിന്നും അങ്ങ് അറ്റത്ത് പോത്തുകലിലേക്ക് എത്തുന്ന സ്ഥലത്തൊക്കെ തന്നെ അടിഞ്ഞിരിക്കുന്ന മൃതദേഹങ്ങൾ, ശരീരഭാഗങ്ങൾ ഇല്ല. തിരിച്ചറിയാൻ കഴിയാത്ത വിധം വികൃതമായ അവസ്ഥയിലാണ്. അപ്പോൾ അതിനൊക്കെ ഇനി ജനിതക പരിശോധന റിപ്പോർട്ടുകൾ വന്നെങ്കിൽ മാത്രമേ കൂടുതൽ ആളുകളുടെയും ആരാണ് എന്ന് തിരിച്ചറിയാൻ കഴിയുള്ളൂ, ഔദ്യോഗികമായിട്ട് മരണം സ്ഥിരീകരിക്കാൻ കഴിയുകയുള്ളൂ. അങ്ങനെ ഒരുപാട് വെല്ലുവിളി നിറഞ്ഞ ഘട്ടത്തിലൂടെയാണ് ഈ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നത്. എടുത്തു പറയേണ്ട കാര്യം, ഇന്ന് ഈ ദിവസം ഏറ്റവും കൂടുതൽ ഊർജം നൽകുന്നത് വ്യോമസേന ഹെലികോപ്റ്റർ ഈ ദുരന്ത ഭൂമിയിലേക്ക് ലാൻഡ് ചെയ്തു. അവിടെ നിന്നും ഈ പറയുന്ന വളരെ ഗുരുതരമായി പരിക്കേറ്റിട്ടുള്ള ആളുകൾ, അടിയന്തര ചികിത്സ നൽകേണ്ട ആളുകൾ, ഇവരെയൊക്കെ തന്നെ എയർലിഫ്റ്റ് ചെയ്ത് ആശുപത്രികളിലേക്ക് മാറ്റാൻ കഴിഞ്ഞു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ഡെവലപ്മെന്റാണ് ഇന്ന് വൈകിട്ടോടുകൂടി ഉണ്ടായത്. ഇനി